തിരുവനന്തപുരം കിളിമാനൂരിൽ ലഹരിക്കടിമയായ മകന്റെ മർദ്ദനമേറ്റ് ചികിത്സയിലിരുന്ന പിതാവ് മരിച്ചു. കിളിമാനൂർ പുരുന്തമൺ സ്വദേശി ഹരികുമാറാണ് മരിച്ചത്. മകൻ ആദിത്യ കൃഷ്ണനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്തുനിന്ന് ഷഫീദ്, 2 ദിവസമായതേ ഉള്ളൂ താമരശ്ശേരിയിൽ ലഹരിക്കടിമയായ ഒരു മകൻ അമ്മയെ വെട്ടിക്കൊന്നത്. അതിൻ്റെ ഭീതി സമൂഹത്തിൽ വിട്ടുമാറുന്നതിന് മുൻപാണ് മറ്റൊരു വാർത്ത, സമാന സ്വഭാവമുള്ള വാർത്ത തിരുവനന്തപുരത്തുനിന്ന് വരുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത്? ജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ മാതാപിതാക്കളെ കൊലപ്പെടുത്തുന്ന രീതിയിലേക്ക് മക്കൾ പോകുന്ന സാഹചര്യം അത് ഇപ്പോൾ തിരുവനന്തപുരത്ത് മറ്റൊരു കേസായി സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. ഇക്കഴിഞ്ഞ 15-ന് വൈകുന്നേരം 5 മണിക്കായിരുന്നു ഈ സംഭവം തിരുവനന്തപുരം കിളിമാനൂർ പുരുന്തമൺ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് നടക്കുന്നത്. ഈ മാതാവിൻ്റെ മൊബൈൽ ഫോൺ മകൻ ആദിത്യ കൃഷ്ണൻ 22 വയസ്സുകാരനായിരുന്നു. ഇയാൾ പിടിച്ചു വാങ്ങി. ഈ വിവരം മാതാവ് പിതാവായിട്ടുള്ള ഹരികുമാറിനെ വിളിച്ചറിയിച്ചു. പിതാവ് വീട്ടിൽ വന്ന് മൊബൈൽ തിരിച്ചു നൽകാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കുതർക്കമായി. വാക്കുതർക്കത്തിനൊടുവിൽ മകൻ പിതാവിൻ്റെ മുഖത്ത് കൈമുറുക്കി ഇടിച്ച ശേഷം ചവിട്ടി താഴേക്ക് വീഴ്ത്തുകയായിരുന്നു. വീഴ്ചയിൽ തറയോടിൽ തലയിടിച്ച് പിതാവിന് ഗുരുതരമായി പരിക്കേറ്റു. മാത്രമല്ല മുഖത്തും തലയിലും പരിക്കേറ്റ ഹരികുമാറിനെ ആദ്യം സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് അവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഈ പ്രവേശിപ്പിക്കുന്ന സമയത്തൊക്കെ അവർ പറഞ്ഞിരുന്നത് ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റതാണ് എന്നുള്ള വിവരമാണ്. എന്നാൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെ 2:15 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് ഹരികുമാർ മരിച്ചു. ഇതിനുശേഷമാണ് ഈ വിവരങ്ങളെക്കുറിച്ച് ബന്ധുക്കൾ പോലീസിനെ അറിയിക്കുന്നത്. പോലീസ് ബന്ധുക്കളുടെ മൊഴിയെടുത്ത കൊലപാതക വകുപ്പ് ചുമത്തി എഫ്ഐആർ ഇട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്ന കാര്യം. അതേസമയം ഈ മകൻ ആദിത്യകൃഷ്ണ എന്ന് പറയപ്പെടുന്നയാളെ പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. എന്തായാലും ഇപ്പോൾ ഈ പ്രതിക്കെതിരെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആദിത്യ കൃഷ്ണയെ കസ്റ്റഡിയിലായിട്ടുണ്ട്, പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട്. ഇതൊരു ബൈക്ക് അപകടം എന്ന് സ്ഥാപിക്കാനായിരുന്നു ഈ പ്രതിയായ മകൻ ഈ ദിവസങ്ങളിലൊക്കെ ശ്രമിച്ചത്. പക്ഷേ അതല്ല എന്നിപ്പോൾ പോലീസിന് വ്യക്തമായി. അങ്ങനെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പ്രതി കസ്റ്റഡിയിലാണ്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.